ലൂസി കളപ്പുരയ്ക്ക് ഇനിയും ആ മഠത്തിനുള്ളിൽ കടിച്ചു തൂങ്ങി കിടക്കേണ്ടതുണ്ടോ? വത്തിക്കാനിൽ നിന്നുള്ള ഒടുവിലത്തെ പുറത്താക്കൽ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ലൂസി കളപ്പുരയെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റ് സന്യാസിനി സമൂഹത്തിൽ നിന്നും പുറത്താക്കിയ നടപടി വത്തിക്കാനിലെ പരമോന്നത സഭാ കോടതി ശരിവെച്ചു. ലൂസി കളപ്പുരയ്ക്ക് ഇനിയും ആ മഠത്തിനുള്ളിൽ കടിച്ചു തൂങ്ങി കിടക്കേണ്ടതുണ്ടോ? തന്നെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി സഭയ്ക്കെതിരെ പ്രവർത്തിച്ച, അതിനായി തീവ്ര സ്വഭാവമുള്ള മതസംഘടനകളെയും യുക്തിവാദികളെയും കൂട്ടുപിടിച്ച ലൂസി കളപ്പുര, ദയവ് ചെയ്ത് നിങ്ങൾ ആ മഠത്തിൽ നിന്നും ഇനിയെങ്കിലും ഇറങ്ങിക്കൊടുക്കണം. താങ്കളുടെ ചെയ്തികൾക്ക് ഒട്ടും ചേരാത്ത ആ വേഷം ഇനിയെങ്കിലും ഉപേക്ഷിക്കൂ. വേഷം കെട്ടലുകൾ നിർത്തൂ. താങ്കളുടെ ഇഷ്ടപ്രകാരമുള്ള സ്വതന്ത്ര ജീവിതത്തിന് വിലങ്ങുതടിയല്ലേ മഠത്തിനുള്ളിലെ ആ ജീവിതം? റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം, കൂടാതെ സഭയ്ക്കെതിരെ അശ്ലീലം പറയാൻ പുറത്തുനിന്നും സപ്പോർട്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് ഇത്രയും വാശി? മഠത്തിൽ തന്നെ താമസിക്കണമെന്ന്? അവിടെയുള്ളവരുടെ സ്വൈര്യം കെടുത്തുക എന്നതാണോ ലക്ഷ്യം? ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം ഇവ നിങ്ങളായിരുന്ന സന്യാസ സമൂഹത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതിൽ ആദ്യത്തെ 2 വ്രതങ്ങളും നിരന്തരം ലംഘിച്ചതിനാലാണ് താങ്കൾ സന്യാസ സമൂഹത്തിൽ നിന്നും പുറത്താക്കലിന് വിധേയയായത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാം. ലൂസി കളപ്പുരയോട് മഠത്തിൽ നിന്നും പുറത്തു പോകാൻ സന്യാസ സമൂഹം ആവശ്യപ്പെട്ടതിൽ വേദനിച്ചിരിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സഭയുടെ കീഴിലുള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിരുന്ന ലൂസി കളപ്പുര കഴിഞ്ഞ മെയ്യിലാണ് വിരമിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലൂസി കളപ്പുരയുടെ ശമ്പളം മഠം അധികൃതർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളായി ലഭിച്ച ഭീമമായ തുകയും കൂടാതെ പെൻഷനും. ഒറ്റയ്ക്ക് കേരളത്തിൽ എവിടെയും സുഖമായി ജീവിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ ജീവിതചര്യകളും നിയമങ്ങളും പാലിക്കുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സന്യാസ സഭാ അധികൃതരാണ് ലൂസി കളപ്പുരയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ സമയം നൽകി വിശദീകരണം കേട്ട ശേഷമാണ് അന്ന് സന്യാസ സമൂഹം നടപടി സ്വീകരിച്ചത്. തുടർന്ന് ലൂസി കളപ്പുര വത്തിക്കാനെ സമീപിച്ച് സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ പൗരസ്ത്യ സംഘത്തിന് അപ്പീൽ നൽകി. ഈ അപ്പീൽ വിശദമായ പഠനത്തിന് ശേഷം ഒരു ഡിക്രി വഴി പൗരസ്ത്യ തിരുസംഘം തള്ളിക്കളഞ്ഞു. അവസാന പരിശ്രമം എന്ന നിലയിലാണ് ലൂസി കത്തോലിക്ക സഭയിലെ സന്യാസ സഭകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരമോന്നത കോടതിയിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീലാണ് പരമോന്നത കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അനേകം വർഷങ്ങളായി FCC സന്യാസ സഭയെയും കത്തോലിക്ക സഭയെയും പരസ്യമായി ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വിമർശിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ലൂസി കളപ്പുര. ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് വസ്ത്രം ധരിക്കാനും സ്വന്തമായി എന്ത് അഭിപ്രായം പറയാനും ആരുമായും സൗഹൃദം സ്ഥാപിക്കാനും ലൂസി കളപ്പുര എന്ന വ്യക്തിക്ക് അവകാശമുണ്ട്. അതിനെ സഭയോ ക്രൈസ്തവ സമൂഹമോ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ സഭയ്ക്കുള്ളിലെ ഒരു സന്യാസിനിയായി ജീവിക്കുന്നിടത്തോളം സന്യാസ സഭയും സഭാധികാരികളും നിർദ്ദേശിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ അവർ ബാധ്യസ്ഥയാണ്. ഇനിയും ലൂസി കളപ്പുരയെ മഠത്തിനുള്ളിൽ തന്നെ പൂട്ടിയിടാൻ തത്രപ്പെടുന്നവരോട് ഒരു വാക്ക്: എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെയോ മാധ്യമ സ്ഥാപനങ്ങളുടെയോ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അടുത്ത ദിവസം നിങ്ങൾ അവിടെ കാണുമോ? ആദ്യം സ്വന്തം പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കിയിട്ട് വരൂ. എന്നിട്ട് മതിയില്ലേ സഭയ്ക്കുള്ളിൽ അത്തരം ആശയങ്ങൾ നടപ്പിലാക്കണമെന്ന് വാദിക്കാൻ? കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ശുദ്ധമല്ലെന്ന് കരുതേണ്ടി വരും.